നമസ്കാരം. പതിരും കതിരും. തള്ളൽ വിജയൻ വിള്ളൽ വിജയനായി പായ തെറുക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം. ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തുകയാണ് അന്തങ്ങൾ. അനിവാര്യമായ ആ അധപ്പതനം കാണാനുള്ള കരുത്ത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. തളർന്നു പോകുന്നവരും വീഴാതെ പിടിച്ചു നിൽക്കുന്നവരും കണ്ടേക്കാം. ചിലർക്ക് കൺകോണിൽ അടരാൻ വെമ്പി നിൽക്കുന്ന ഒരു തുള്ളി കണ്ണീരായിരിക്കും ആ വിടവാങ്ങൽ. മറ്റു ചിലർക്കത് കൊടുമുടിയിൽ നിന്നുള്ള വീഴ്ചയാകാം. ഇത് അലംഘനീയമായ വിധിയുടെ നിയോഗമാണ് അടിമകളെ. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയന് ശുക്രമഹാദശയായിരുന്നു. ഐശ്വര്യം, ആഡംബരം, സന്തോഷം, അധികാരം ഇവയൊക്കെ നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ. ഈ മേടപ്പിറവിയുടെ വിജയൻ്റെ ദശ മാറുകയാണ്. ഒരു ദശ അവസാനിക്കുകയും മറ്റൊന്ന് തുടങ്ങുകയും ചെയ്യുന്ന കാലയളവിനെയാണ് ദശാസന്ധി എന്ന് പറയുന്നത്. കമ്മ്യൂണിസവും കാരണഭൂതനും ദശാസന്ധിയിലേക്ക് നീങ്ങുകയാണ്. എന്തൊക്കെ വെളിപ്പേരുകൾ അടിമകളും ആരാധകരും ചാർത്തിക്കൊടുത്താലും പിണറായി വിജയൻ കേൾക്കാൻ കൊതിക്കുന്ന ഒരു വിളിയുണ്ട്: കണ്ണേ കരളേ പിണറായി. അത് ജനം പണ്ട് VS വിളിച്ച വിളിയാണ്. ആ വിളിക്കായി VS നാടുനീള സ്വന്തം തല ആകാശം മുട്ട വെക്കേണ്ടി വന്നില്ല. ലക്ഷങ്ങൾ മുടക്കി ഡോക്യുമെൻ്ററിയും കോടികൾ മുടക്കി പത്രപരസ്യങ്ങളും കൊടുക്കേണ്ടി വന്നില്ല. സീരിയലുകൾക്കിടയിൽ പോലും പരസ്യങ്ങൾ പ്രദർശിപ്പിക്കേണ്ടി വന്നില്ല. അത് പാവം പിടിച്ച മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നും ഉയർന്ന വിളിയായിരുന്നു. ആ വിളി കേട്ടപ്പോൾ ശത്രുക്കൾ പോലും കേട്ടിരുന്നു. ആ വിളിച്ചവരൊന്നും ഭരണക്കൂറുകാർ ആയിരുന്നില്ല. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും സേവകരുമായിരുന്നില്ല. VS അടിമവംശമുണ്ടായിരുന്നില്ല. പിണറായി വിജയൻ കെട്ടുമുറുക്കി ക്ലിഫ് ഹൗസിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങുന്ന നിമിഷം മുതൽ വെറും പിണറായി മാത്രമാകും. കഴിഞ്ഞ ഒരാഴ്ചയായി കാണുന്ന ഒരു തമാശയുണ്ട്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അടി തുടങ്ങിയതോടെ അന്തങ്ങൾ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയതുപോലെ കോൺഗ്രസ് അടി തുടങ്ങണമെങ്കിൽ ഒന്നും കാണാതെ അവന്മാരത് ചെയ്യില്ല എന്ന് അവർക്കറിയാം. സതീശനാണെങ്കിൽ ആ 100ൻ്റെ കണക്ക് ഊന്നി പറയുകയാണ്. ചിലപ്പോഴത് 100+ ആവുകയും ചെയ്യും. ഒന്നും കാണാതെ സതീശൻ വെല്ലുവിളിക്കില്ലെന്നും തങ്ങളുടെ നേതാക്കളും പാർട്ടിയും ജനജീവിതത്തിൽ നിന്നും എത്ര അകലെയാണെന്നും അവർ മനസ്സിലാക്കി തുടങ്ങി. അഭിമാനത്തിൻ്റെ 10 വർഷങ്ങളെന്ന അവകാശം മാത്രമേ ഇപ്പോൾ പലർക്കുമുള്ളൂ. ഭരണമൊഴിഞ്ഞ് പാർട്ടിയുടെ അടിവസ്ത്രം വരെ ഉരിഞ്ഞു വാങ്ങി പിണറായി വിജയൻ പോകുമ്പോൾ അണികൾ എന്ത് പേരിട്ട് വിളിക്കും പിണറായിയെ? കണ്ണേ കരളേ പോകല്ലേ എന്ന് പറയുമോ? അതോ ദൈവമെന്ന് വിളിക്കുമോ? സൂര്യനെന്ന് വിളിക്കുമോ? അതോ കപ്പിത്താനെന്ന് വിളിക്കുമോ? കഴുകനെന്നോ കുതിരയെന്നോ വിളിക്കുമോ? ജൈവ ബുദ്ധിജീവി എന്ന് വിളിക്കുമോ? ഹീറോയാക്കുമോ? അങ്ങനെ വിളിക്കാൻ പറ്റിയ ഒരു പേരും സത്യത്തിൽ പിണറായിക്കില്ലെന്ന യാഥാർത്ഥ്യം ജനം തിരിച്ചറിയുന്നു. നേതാവും അണികളും തമ്മിലുള്ള ജൈവ ബന്ധത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് വിളിപ്പേരുകളെല്ലാം. ആരുമേ തന്നതില്ലല്ലോ അങ്ങേക്കായി ഒരു ഇരിപ്പിടം, ആരാധനയ്ക്കുമില്ലല്ലോ ആരും അങ്ങേക്ക് ചുറ്റിലും എന്ന അവസ്ഥയിൽ ഒരേകാധിപതി തന്നെത്താൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: മനുഷ്യനാകാൻ ഞാനിനി എന്ത് ചെയ്യണം? മെതിയടിയിട്ട് നടന്ന വഴികളിലൂടെ ചെരുപ്പില്ലാതെ തിരിച്ചു നടക്കാൻ പറ്റാത്ത കാലത്തോളം ആ പരിവർത്തനം അസാധ്യമാണ് സാർ. ഇന്ന് നമ്മൾ നടക്കുന്ന വെയിലുറഞ്ഞ വഴികളിലൂടെ ഒരു EMSഉം P കൃഷ്ണപിള്ളയും AKGയും എതിരെ വരുമെന്നത് ഒരു പ്രതീക്ഷയായി MN വിജയൻ മാഷ് ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ പിണറായിയെ അങ്ങനെ കണ്ടുമുട്ടുമെന്നത് കേവലം സ്വപ്നം മാത്രമാണ്. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടും അധികാര ദുർമോഹം കൊണ്ടും പാർട്ടി തോറ്റുപോയാൽ എനിക്ക് കിടക്കാൻ ഒരു കയറ്റുകട്ടിൽ മാത്രം മതി എന്നെങ്കിലും പറയാൻ ഈ പിണറായി വിജയന് ധൈര്യമുണ്ടോ? രാഷ്ട്രീയത്തിൽ വെല്ലുവിളിക്കാനും വേണം സാർ മിനിമം യോഗ്യത. ഒരേകാധിപതിക്ക് അതിനും ഫേസ്ബുക്കിനെ ആശ്രയിക്കേണ്ടി വരുന്നിടത്ത് വിപ്ലവം തോറ്റുപോകും, അണികൾ നിരാശരാകും.